ഇച്ചായ, നിങ്ങൾ വരുന്നില്ലേ? നീ എവിടെ പോവാ? ഇന്ന് പ്രാർത്ഥന ഉണ്ടെന്ന കാര്യം അറിയില്ലേ? ഞാൻ രാവിലെ ഒരു ചായ ചോദിച്ചിട്ട് അത് ഇതുവരെ കിട്ടിട്ടില്ല. രാവിലെ മുതൽ നിങ്ങൾ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും മൊബൈലിൽ തന്നെ. ഇന്ന് പ്രാർത്ഥന ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? അല്ല, നമ്മള് എന്തിനാ ഈ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാ ദൈവം കേൾക്കത്തില്ലേ? അച്ചായ, വചനം പറയുന്നത് സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ നാളടുക്കും തോറും അത് അധികം ചെയ്യണമെന്നാണ്. എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ എങ്ങാണ് അല്പം ലേറ്റ് ആയി ചെന്നാ പാസ്റ്റിന് ഇഷ്ടപ്പെട്ടതില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ സഹോദര ഇവിടെ നോക്കിയിരിക്കുക എന്ന് പറയും. പിന്നെ മീറ്റിങ്ങിൽ എല്ലാവരും തൊണ്ട കീറിയാണ് പാടുന്നത്. എനിക്ക് കുറച്ച് സമാധാനം വേണം. അച്ചായ, ചർച്ച് ദൈവസാന്നിധ്യമുള്ളൊരു സ്ഥലമാണ്. അതിനാൽ നാം സമയത്ത് പോകണം. ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് ബഹുമാനിക്കണം. നമ്മുടെ ദൈവം ഒരു നല്ല ദൈവദാസനെയാണ് നൽകിയത്. നമ്മുടെ നന്മയ്ക്കായിട്ടാണ് അദ്ദേഹം വഴക്ക് പറയുന്നത്. അച്ചായ, നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് 15 മിനിറ്റ് മുൻപേ അവിടെ എത്തും. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ പോകുന്നതെന്ന് ഓർക്കണം. എന്നൊരു കാര്യം ചെയ്യ്, നീ സമയത്തിന് പോയിട്ട് എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കും. അപ്പോൾ പാസ്റ്റർ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയണം? എല്ലാ ദിവസവും ഇത് തന്നെ. എന്തെങ്കിലും പറ. തലവേദന ഉണ്ടെന്നോ അല്ലെങ്കിൽ ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്നോ എന്തുവല്ലും പറ. മിണ്ടല്ലേ മിണ്ടല്ലേ, പാസ്റ്റർ വിളിക്കുന്നു. ഹലോ പാസ്റ്ററെ, പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പാസ്റ്റർ 100 ആയുസാണേ. ഞങ്ങൾ ഇപ്പം പാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എന്താ അവറാച്ച പറയാ? നല്ല കാര്യങ്ങൾ വല്ലതും ആണോ? യോ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ മാത്രമേ ആണല്ലോ. അവറാച്ച ഇന്ന് പ്രാർത്ഥനയുണ്ട്, വരത്തില്ലേ? അയ്യോ പാസ്റ്ററെ, ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല കേട്ടോ. എന്തു പറ്റി അവറാച്ച? എനിക്ക് ഭയങ്കര തലവേദനയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, വായോ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാന് സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തോളാം. ആണോ? അവളും പിള്ളേരും വരും. എന്നാ ഓക്കെ അവറാച്ചു. ഓക്കെ പാസ്റ്റർ. എന്നല്ലേ കള്ളം പറഞ്ഞപ്പോ എന്ത് വലിയ സമാധാനം അല്ലേ? രാവിലെ മുതൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. പേഴ്സണൽ പ്രാർത്ഥനയ്ക്കും സമയമില്ല, കുടുംബ പ്രാർത്ഥനയ്ക്കും സമയമില്ല. ജോലിക്ക് പോകും, വീട്ടിൽ വന്നാൽ ഫുൾ ടൈം ഫോണിലാണ്. എടി ഒന്ന് നിർത്തടി. യൂട്യൂബ് നോക്കിയാൽ ഇഷ്ടം പോലെ പ്രസംഗമുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ചർച്ചയിൽ പോകുന്നത്? അല്ല, നീ അറിഞ്ഞില്ലേ ഈ തവണ എത്ര പന്തക്കോസുകാരെ ഇലക്ഷന് ജയിച്ചെന്ന്? ഞാൻ അടുത്ത പ്രാവശ്യം ഒന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലോ എന്നിങ്ങനെ ആലോചിക്കുക. അച്ചായ, ദൈവമക്കൾക്ക് പറ്റിയ പരിപാടിയല്ല ലോകരാഷ്ട്രീയവും സഭാരാഷ്ട്രീയവും ഒക്കെ. പണ്ട് കാലത്ത് ദേവദാസന്മാർ ശക്തമായി എതിർത്തിരുന്ന ഒന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം. ലോക വ്യവസ്ഥയും ദൈവവ്യവസ്ഥയും തമ്മിൽ ചേർന്ന് പോകില്ല അച്ചായ. അച്ചായൻ ഒരു ആത്മീയനായാൽ ഇതൊന്നും വേണ്ടാന്ന് തോന്നും. അച്ചായൻ ഇവിടെ ഇരുന്നോ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ഇങ്ങനെ പോയ ഇവിടെ സ്ഥിരമായിട്ടിരിക്കാം. അല്ലടി, കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് ഇത് കുറെ നാളായല്ലോ, ഇതുവരെ വന്നില്ലല്ലോ. അച്ചായൻ, നിങ്ങൾ മാനസാന്തരപ്പെടാത്തോണ്ടാണ് കർത്താവ് ഇതുവരെ വരാത്തെ. ഇതൊക്കെ ചുമ്മാ പാസ്റ്റർമാര് മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഓരോ കാര്യങ്ങളല്ലേ, അല്ലാതെ എന്താണ്? സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണ്. പണമുണ്ടോ സ്വർഗമുണ്ട്, ഇല്ലെങ്കിൽ നരകം തന്നെ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോ? ഞാൻ എന്തായാലും പ്രാർത്ഥനയ്ക്ക് പോവുക. ഏതായാലും നീ പോയിട്ട് വാ. എന്റെ ഫോൺ അങ്ങോട്ട് വെച്ചിട്ട് പോയി. എനിക്ക് സൂം മീറ്റിംഗ് ജോയിൻ ചെയ്യാനുള്ളതാ. പിന്നെ സൂം ഓണാക്കി വെച്ചിട്ട് വേറെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കാൻ എനിക്കറിയത്തില്ലേ? എന്തോരം നെഞ്ചുവേന എടുക്കുന്നല്ലോ. ഇവള് പോയോ? എടിയേ, ഹലോ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. അയ്യോ, ഞാനിതെവിടാ? എന്റെ വീടും വണ്ടി ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയേ? പോളല്ല നിക്കുന്നേ. പോൾ ഇതേതാ സ്ഥലം? ഞാനെങ്ങനെ ഇവിടെ എത്തിയേ?
അച്ചായ, ഇത് നാട്ടിലെ സ്ഥലമല്ല, ഭൂമിയേ അല്ല. കണ്ടിട്ട് നമ്മൾ ഭൂമിയിലുള്ളപ്പോൾ കേട്ട സ്വർഗമാണെന്ന് തോന്നുന്നു. അവറാച്ചൻ എങ്ങനെ ഇവിടെ എത്തി? ഒരു പിടിയില്ല പോളെ. പറന്നോ എങ്ങനെയോ ഇവിടെ എത്തി. അവിടെ ഒരാൾ നിപ്പുണ്ട്, നമുക്ക് പോയി ഒന്ന് ചോദിക്കാം. ചേട്ടാ, ഇതേതാ ഈ സ്ഥലം? ഇതാണ് സ്വർഗത്തിലേക്കുള്ള കവാടം. ഇവിടെ എപ്പോഴും എന്താ പരിപാടി? ഇത് പരിശുദ്ധനായ ദൈവം വസിക്കുന്ന സ്ഥലമാകുന്നു. ഇവിടെ കുഞ്ഞാടിനാൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അവിടെ സദാസമയം വിശുദ്ധ ആരാധനയും നടക്കുന്നു. അവറാച്ച, ഇവിടെ ആരാധന നടക്കുന്ന സ്ഥലം. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഓ, നാട്ടിൽ വെച്ച് ഇതൊക്കെ തന്നെയായിരുന്നു ഇപ്പോഴിവിടെയും. ആ, എന്തായാലും ജോലിക്ക് പോകേണ്ട എന്നൊരു ആശ്വാസമുണ്ട്. അവറാച്ച, നമ്മൾ എന്തായാലും മരിച്ചു. അടുത്ത ജീവിതമായ നിത്യജീവനിലേക്ക് നമുക്ക് കടക്കണ്ടേ? സ്വർഗത്തിന്റെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. ദേ, അവിടെ ഒരു സ്ഥലം കാണുന്നുണ്ടല്ലോ. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നരകമെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ അവിടെ പുകയൊക്കെ കാണുന്നുണ്ടല്ലോ. അവറാച്ച, നരകമല്ലേ, അവിടെ പുകയൊക്കെ കാണാതിരിക്കുമോ? അവിടെ ആരോ ബാർബിക്യൂ ഉണ്ടാക്കുന്നുണ്ട്. വാ അച്ഛാ, നമുക്കത് വേണ്ട. നമുക്ക് സ്വർഗത്തിലേക്ക് പോവാം. എന്തിനാ? നാട്ടിലും ഈ ആരാധനയും ഇതൊക്കെ തന്നെ അല്ലേ? ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇല്ല അച്ചായ, ജീവിച്ചിരുന്നപ്പോഴോ എനിക്ക് നല്ല രീതിയിൽ കർത്താവിനെ ആരാധിക്കാൻ പറ്റിയില്ല. എൻ്റെ ജോലിയും ജീവിത സാഹചര്യവും ഒക്കെ കൊണ്ട് ശരിക്കും പറ്റിയില്ല. ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് വേണ്ടി മരിച്ച യേശുവിനോടൊത്തുള്ള വാസം മതി. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. എന്നാ പോയിട്ട് വാ. എടാ, എനിക്ക് മനസ്സിനൊരു സുഖമില്ല. പ്രഭു, എന്താ വിഷമിച്ചിരിക്കുന്നേ? എടാ, ഇന്ന് നമ്മുടെ ചൂടായ എണ്ണയിൽ വറുത്തെടുക്കാൻ ആരെയും കിട്ടിയില്ല. വിഷമിക്കേണ്ട പ്രഭു, ഭൂമിയിൽ നിന്ന് രണ്ടുപേരും ഇവിടെ വന്നതായി കിംവദന്തി ഞാൻ കേൾക്കുന്നുണ്ട്. നമുക്ക് അവരെ എങ്ങനെയും ഇവിടെ കൊണ്ടുവരണം. പിടിക്കണം അവന്മാരെ. എടാ, അത് അവറാച്ചനല്ലേടാ? എടാ, ഇവനെ ഞാൻ നാട്ടിൽ വെച്ച് കുറെ നോട്ടം വിട്ടതാണല്ലോ. ഇവനെന്ത് ഇവിടെ കറങ്ങി എടുക്കുന്നേ? ഇവനെ നമുക്ക് പിടിക്കണം. അവറാച്ച, അവറാച്ച! ആ, വരണം അവറാച്ച, വന്ന് ഇരിക്കുക. എടാ, 2 കസേരയും കൂടെ എടുത്തിട്ട്. ഹാ, എന്തൊരു അത്ഭുതമായിരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ പേരറിയാമല്ലോ. എനിക്ക് നിങ്ങളുടെ പേര് മാത്രമല്ല, വീടും അറിയാം, ജാതകം വരെ അറിയാം. എന്റെ അനുയായി നിങ്ങളുടെ വീട്ടിൽ വരാൻ ശ്രമിച്ചതാ. പക്ഷെ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, അതിന് സമ്മതിച്ചില്ല. അവിടെ കാര്യം ഒന്നും പറയണ്ട. ഏതു നേരവും പ്രാർത്ഥനയും ഉപവാസവും പള്ളി എന്ന് പറഞ്ഞ് നടന്നോളൂ. ഒരു സമാധാനവും തരത്തില്ല. നിർത്ത്, എനിക്കതൊന്നും കേൾക്കണ്ട, അതൊന്നും ഇവിടെ പറയണ്ട. ദേ, അവറാച്ചനെ നീ വേണ്ടതുപോലെ കണ്ടോണം. അവറാച്ച, കുടിക്കാനും കഴിക്കാനും എന്തോ വേണ്ടത്? ആഹാ, ഇവിടെ കഴിക്കാനും കുടിക്കാനും കിട്ടുമല്ലേ? എടാ, എന്താ ഇവിടെ ഉള്ളത്? ഫലൂഡ, ജ്യൂസ് ഉണ്ട്, ബാർബിക്യൂ, ഇവിടെ എല്ലാം ഉണ്ട്. ഫലൂഡ മതി. നമ്മുടെ നാളത്തെ ട്രിപ്പിന് അവറാച്ചനെ കൂടെ കൂട്ടണം കേട്ടോ. ഇവിടെ ട്രിപ്പൊക്കെ ഉണ്ടോ? അവറാച്ച, നിങ്ങളുടെ പള്ളിയിലെ ട്രിപ്പ് വരെ ഞാനാ കോർഡിനേറ്റ് ചെയ്യുന്നത്. അറിയാമോ, 6000 പേരെ വഹിക്കാനുള്ള ലെഗ്യോൻ വരെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇവിടെ ഇത്രയും സെറ്റപ്പ് ആണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല കേട്ടോ. എന്റെ അവറാച്ച, ഈ ഉപദേശിമാരൊരു ഉടായ്പും പറഞ്ഞ് നടക്കുക. ഇത് കണ്ടില്ലേ, സ്വർഗമൊന്നും ഇല്ല, നരകവാ പൊടി. എന്നാ ഞാൻ പോയി എന്റെ കൂട്ടുകാരൻ പോളിനെ കൂടെ വിളിച്ചോണ്ട് വരാം. വെരി ഗുഡ്, പോയിട്ട് പെട്ടെന്ന് പോളിനെ കൂടെ കൊണ്ടുവരിക. ഞാൻ കൊണ്ടുവരാം. പുള്ളിക്ക് ശരിക്കും ഇവിടുത്തെ കാര്യം ഒന്നും അറിയില്ല. പുള്ളിക്ക് നാട്ടിൽ വെച്ച് ആരാധന എന്ന് പറഞ്ഞ് നടക്കുക. ഒരു കാര്യം ചെയ്യാം, ഞാൻ 2 അൽഫം കൂടെ എടുത്ത് വെച്ചേക്കാം. നല്ല സ്പൈസി വേണം കേട്ടോ. എടാ, ഇന്ന് നിന്നെ ഞാൻ നല്ല സ്പൈസി ആയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, വേഗം പോയി പോളിനെ കൊണ്ടുപോവാ. പോളെ, ഞാൻ അവിടെ പോയി കേട്ടോ. ഇവിടെ നരകത്തിലോ? ആ, അതെ, അവിടെ ചെന്നപ്പോ എന്തോ സ്നേഹമുള്ള ആൾക്കാരെന്നറിയാമോ? ദോ, ആ പുക കണ്ടോ? അതവിടെ ബാർബിക്യൂ ചെയ്യുക. അവിടെ ചെന്നപ്പോ എനിക്ക് കുടിക്കാൻ ജ്യൂസ് തരുന്നു. ഇന്നാണെങ്കില് അവര് ട്രിപ്പിന് പോകുന്നുണ്ട്. ഇന്ന് ചെല്ലുമെങ്കിൽ നമുക്ക് അവരുടെ കൂടെ ട്രിപ്പിന് കൂടാം. എന്റെ പോളെ, ഇതുപോലെ സ്നേഹമുള്ളൊരു കൂട്ടര് നമ്മുടെ നാട്ടിൽ വെച്ച് കേട്ടതുപോലെ ഒന്നും അല്ല കേട്ടോ. അവറാച്ച, തെറ്റിദ്ധരിക്കില്ല. ചിലപ്പോൾ ഇതൊക്കെ അവരുടെ തന്ത്രങ്ങളായിരിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ. സത്യം പറഞ്ഞ ഇത്രയും സ്നേഹമുള്ള ആൾക്കാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ പോലും കണ്ടിട്ടില്ല. അവറാച്ച, ഞാൻ മനസ്സിലാക്കുന്നത്
അവറാച്ചന്റെ ജീവിതത്തിൽ ദൈവം ഒരു അവസരം കൂടെ തന്നതാണ്. നഷ്ടപ്പെടുത്തി കളയരുത്. എന്റെ പോൾസ, അല്ലെങ്കിൽ തന്നെ നാട്ടിവെച്ച് ഇത് തന്നെയായിരുന്നു. എപ്പോ നോക്കിയാലും ആരാധന 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 ഇതും പറഞ്ഞുകൊണ്ട് വെറുതെ ജീവിതം കളഞ്ഞു. മരിച്ചപ്പോലെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ. അവറാച്ച, ഞാൻ എന്തായാലും ഇല്ല. സ്വർഗത്തിലോട്ട് പോകാനുള്ള തീരുമാനത്തിൽ ഞാൻ ഉറച്ചു. ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. പോൾ അങ്ങ് പോയി. ഞാൻ ഒത്തിരി നിർബന്ധിച്ചു, ബട്ട് വന്നില്ല. എന്ത് ചെയ്യാനാ? ഷെടാ, അവൻ ആരാധന മതിയെന്ന് എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് നരകം മതിയെന്ന്. ഇനിയെങ്കിലും എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കണം. എത്ര നാളെന്ന് പറഞ്ഞ നാട്ടിൽ കിടന്ന് കുറേ കഷ്ടപ്പെട്ടു. ഇനിയും ഇവിടെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കണം. അവിടെ ഈ ആരാധനയും പാട്ടും പ്രസംഗവും ഒക്കെയാ. അല്ല, കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? അല്ല, നിനക്ക് എന്താ വേണ്ടത്? ഫലൂഡ അല്ലെങ്കിൽ ബിരിയാണി മതി. അതിനെ നീ ആദ്യം എന്നെ വണങ്ങണം. അയ്യോ ലൂസി, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ അല്ലാതെ ആരെയും വണങ്ങാൻ പാടില്ലെന്ന്. പിടിയണവനെ, നിനക്ക് കുടിക്കാൻ വേണോ അല്ലേ? അവന് ബിരിയാണി വേണമെന്ന് പോലും. അല്ല, ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞേ. ആ, ഇവിടെ ഇങ്ങനൊക്കെയാ. ഇതാണ് നരകം. ഇന്ന് നിന്നെ പൊരിച്ച എണ്ണയിലിട്ട് മപ്പാസ് അടിക്കും ഞങ്ങൾ. പിടിയണവനെ. അയ്യോ നിക്കടാ അവിടെ. അയ്യോ ദൈവമേ, എന്നെ രക്ഷിക്കണേ. അയ്യോ അയ്യോ അയ്യോ, എന്നെ ഇടിക്കല്ലേ, എന്നെ ഇടിക്കല്ലേ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്നവർക്കും ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. അയ്യോ അയ്യോ, ഇവിടെ പുകയാണ്, ഇവിടെ തീയാണ്. അയ്യോ അയ്യോ, എനിക്കൊരു അവസരം കൂടെ തരണേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എനിക്കൊരു അവസരം കൂടെ തരണേ. അയ്യോ അയ്യോ. ദൈവമേ, എന്തു പറ്റി? അച്ചായ, എന്തു പറ്റി? അയ്യോ, ഇത് എന്താ പറ്റി? എന്താ പ്രശ്നം? എന്തു പറ്റി? ആ, കൊള്ളാം, നന്നായി, ഒരു കുഴപ്പമില്ല. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ വിളിച്ചതല്ലേ രാവിലെ, വന്നോ? നീ പ്രാർത്ഥനയ്ക്ക് പോയില്ലേ? ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി. തിരിച്ചു ഒന്നുകൂടെ വിളിക്കാൻ വന്ന വല്ല മാനസാന്തരം ഉണ്ടോന്ന് അറിയാന്. അപ്പോഴാണ് തീയാണേ പുകയാണേ എന്ന് നിലവിളിക്കുന്നത്. അയ്യോ, പോലെ 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 പോളെ പോളെ. പോളോ? അതാര്? അയ്യോ, ഞാനേ ഒന്ന് ഉറങ്ങിപ്പോയതാ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം കേട്ടോ. ഇത് തന്നെയല്ലേ ഞാൻ രാവിലെ പറഞ്ഞത്? അല്ലല്ല, നമ്മൾ പ്രാർത്ഥനയൊന്നും മുടക്കരുത്. പ്രാർത്ഥന നമ്മൾ ഉപേക്ഷ വിചാരിക്കാനും പാടില്ല. ചുമ്മാ വെറുതെ ലോകത്തിന്റെ മോഹങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നമ്മൾ നടക്കുക. നേരം വെളുത്ത് ഇത്രയുമായി. വെള്ളിയാഴ്ച ആയിട്ട് ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കി സമയം കളഞ്ഞു. പ്രാർത്ഥനയ്ക്ക് പോകാം, ബാ. നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ? അല്ല, എന്നാ പറ്റിയ നിങ്ങൾക്ക്? ഞാൻ രാവിലെ വിളിച്ചതല്ലേ പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് പറഞ്ഞ്. എടി, ഞാൻ പാസ്റ്ററിനെ വിളിക്കട്ടെ. ഹലോ പാസ്റ്ററെ, പ്രൈസ് ലോർഡ്. അവറാച്ച, പ്രൈസ് ലോർഡ്. എന്തുകൊണ്ട് വിശേഷം? പാസ്റ്ററെ, ഇന്ന് ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടേ. അവറാച്ച, രോഗമൊക്കെ സൗഖ്യമായോ? പാസ്റ്ററെ, എനിക്ക് സാക്ഷ്യത്തിന് 10 മിനിറ്റ് സമയം വേണം. തരാമല്ലോ അവറാച്ച, വായോ, പ്രാർത്ഥനയ്ക്ക് വായോ. പാസ്റ്ററെ, നമ്മൾ ഇങ്ങനെയൊന്നും ഇരുന്നാ പോരാ പാസ്റ്ററെ. എന്തു പറ്റി അവറാച്ച? പാസ്റ്ററെ, നമ്മളെ അതെ 2 ബോക്സ് നമുക്ക് വാങ്ങണം കേട്ടോ. ഇവിടെ ബോക്സ് ഉണ്ടല്ലോ അവറാച്ച, നമുക്ക് ആരാധനയ്ക്കായിട്ട്. അയ്യോ അവിടെ നല്ല ആരാധനയാ പാസ്റ്ററെ. ഇങ്ങനൊന്നും ഇരുന്നാ പോരാ. നമുക്ക് 2 വലിയ ബോക്സ് വാങ്ങി വലിയ ഇടിമുഴക്കത്തോടെ നമുക്ക് ആരാധിക്കണം. ആ അവറാച്ച, വായോ, ആരാധനയ്ക്ക് വായോ, നമുക്ക് ബോക്സ് ഒക്കെ മേടിക്കാം. മറ്റേ പുള്ളിയോട് പ്രത്യേകിച്ച് പറയണം, നല്ല ഉച്ചത്തിൽ പാടണം. ആരെ? നമ്മൾ പാട്ട് പാടുന്ന ആളിനോടോ? അതെ. എനിക്ക് പുറകിൽ ഇരുന്നിട്ടേ ശരിക്കായിട്ട് കേൾക്കാനൊന്നും പറ്റുന്നില്ല. അവറാച്ചന് മുന്നത്തെ സീറ്റിൽ കയറിയിരിക്കണം, മുന്നത്തെ കസേരയിൽ കയറി ഇരുന്ന് ആരാധിക്കണം. പാസ്റ്റർ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഫ്രീ ആകുമ്പോഴേ
നമുക്കിന്ന് വൈകിട്ട് പുറത്ത് പോയി ഒരു സുവിശേഷ പ്രവർത്തനമൊക്കെ നടത്തണം കേട്ടോ. ആട്ടോ അവറാച്ച, അവറാച്ചൻ പ്രാർത്ഥനയ്ക്ക് വായോ. ഓക്കെ ഓക്കെ പാസ്റ്ററെ. ഓക്കെ ഓക്കെ അവറാച്ച, നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ ഓക്കെ പാസ്റ്ററെ. എടി പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് പോകാൻ റെഡിയാവുക. മാനസാന്തരപ്പെട്ടോ? ശരിക്കും യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടോ? മാനസാന്തരപ്പെട്ടു. പെട്ടെന്ന് ഞാനേ എന്തോ ഓർത്തു. അതാ എന്തു പറ്റി? എന്താ പ്രശ്നം? എന്തു പറ്റിയ ചായ പറ. പെട്ടെന്ന് ഞാനേ എന്തോ ഓർത്തു പോയി. ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോവാം. വാ പെട്ടെന്ന് വാ. ദൈവം എന്തായാലും എന്റെ പ്രാർത്ഥന കേട്ടു, ഒരു മാനസാന്തരം ഉണ്ടായല്ലോ. ഇനിയെങ്കിലും നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകാം. അല്ല, എന്റെ വേദപുസ്തകം എന്തിയേ? ഈ ഫോണിലെ ബൈബിൾ ഒന്നും ശരിയാവത്തില്ല. ഇതുകൊണ്ട് തന്നെ പോയാലേ ശരിയാവത്തുള്ളൂ. വാ നമുക്ക് പെട്ടെന്ന് പോവാം. മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും